മാന്യ കുടുംബാംഗങ്ങൾക്ക് നിറഞ്ഞ ഹൃദയത്തോടുകൂടി എൻ്റെ പ്രണാമം. ഭാരതീയ ചിന്താധാരകളിൽ ഇന്ന് ഭാരതത്തിനകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും നല്ല താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് ഓരോ ആഴ്ചയിലും ഏതാണ്ട് 80,000 പേര് കാണുന്നുണ്ട്. ഇതുകൂടാതെ മറ്റു പലരും അവരവരുടെ പ്രാഗൽഭ്യമുള്ള വിഷയങ്ങൾ യൂട്യൂബിലും മറ്റ് രീതിയിലും ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആക്കുന്നത് പഠിക്കാനും ആൾക്കാർക്ക് നല്ല താല്പര്യമുണ്ട്. ഇന്ന് സനാതനധർമ്മത്തെ അവഹേളിക്കാനോ അപകീർത്തിപ്പെടുത്താനോ മാർക്സിസ്റ്റുകാരും പുരോഗമനവാദികൾ എന്ന് പറയുന്ന വിഭാഗക്കാരും യുക്തിവാദികളും ഒന്നും പണ്ടത്തെ പോലെ ശ്രമിക്കാറില്ല. അതുപോലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുധർമ്മത്തെ അവഹേളിക്കുന്ന വിധത്തിൽ ചോദ്യം ചെയ്യുന്നതും ഏതാണ്ടെല്ലാം നിലച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ സനാതനധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നവർ വെറും കഥകളിലും ആത്മീയതയിലും മാത്രം നിൽക്കാതെ കുറേ കൂടി ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആയിരക്കണക്കിന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഞാൻ പലയിടത്തും പ്രഭാഷണത്തിന് പോകുമ്പോൾ പ്രഭാഷണം കേൾക്കാൻ വരാറുണ്ട്. ഇമെയിലിലൂടെ അവരുടെ അഭിപ്രായം അറിയിക്കാറുണ്ട്. പള്ളികളിലും സെമിനാരികളിലും മറ്റ് സംഘടനകളിലുമെല്ലാം പ്രഭാഷണത്തിന് വരണമെന്ന് പറയാറുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് ഒന്ന് വിലയിരുത്തുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. സനാതനധർമ്മത്തെക്കുറിച്ച് പഠിക്കാനുള്ള താല്പര്യം വളരെയേറെ വർദ്ധിക്കുന്നുണ്ട്. പല സ്കൂളുകളിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് അന്വേഷിക്കാറുണ്ട്. ഹിന്ദു സ്കൂളുകളാണെങ്കിൽ എത്ര മുസ്ലിങ്ങളുണ്ട്, എത്ര ക്രിസ്ത്യാനികളുണ്ട്, എന്തുകൊണ്ടാണ് അവർ ഹിന്ദു സ്കൂളുകളിൽ ചേരുന്നത്? പലപ്പോഴും മുസ്ലിം സംഘടനകളുടെ വിലക്കുണ്ടായിട്ടും ക്രിസ്ത്യൻ സംഘടനകളുടെ വിലക്കുണ്ടായിട്ടും അവർ ഹിന്ദു സ്കൂളുകളിൽ ഹിന്ദു ആചാരങ്ങൾ, വിചാരങ്ങൾ, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, കീർത്തനങ്ങൾ, പ്രാർത്ഥനകൾ ഇവയെല്ലാം ചൊല്ലിക്കൊണ്ടും പഠിച്ചുകൊണ്ടും ഹിന്ദു സ്കൂളുകളിൽ വരാൻ കാരണമെന്ത്? എല്ലാത്തിനും ഒരേ ഉത്തരമാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. എല്ലാവർക്കും നമ്മുടെ പൈതൃകവും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മഹത്വവും ഹിന്ദു ധർമ്മവും പഠിക്കണമെന്നുണ്ട്. ഹിന്ദുക്കളാണെന്ന് പറയുന്നതിൽ അഭിമാനവുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു വലിയ മാറ്റത്തിന് നാന്ദി കുറിക്കാം. വലിയ മാറ്റം നടക്കുന്നു. അതോടൊപ്പം അപ്പുറത്ത് ലവ് ജിഹാദും അതുപോലെ ശക്തമായ മതപരിവർത്തനവും നടക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് നിന്ന് മതപരിവർത്തനവും മുസ്ലിങ്ങൾ ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങളിലൂടെയും നടക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ല എന്ന് ധരിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ മണ്ടത്തരാണത്. അതൊക്കെ നമുക്കറിയാത്തത് കൊണ്ടാണ്. അടുത്ത കാലത്ത് എവിടെയോ ഒരിടത്ത് പാറ പൊട്ടി വീണ് 4-5 പേര് മരിച്ചു. അതിൽ 2 നല്ല ഹിന്ദു പേരുള്ളവരെ ശവമടക്കിയത് പെന്തക്കോസ്ത് ശ്മശാനത്തിലാണെന്ന് ഉണ്ടായിരുന്നു.
ഇപ്പൊ ഈ ഹിന്ദു പേരുണ്ട് എന്നുള്ളത് കൊണ്ട് അവർ ഹിന്ദു ആവണമെന്നില്ല. അപ്പോ മതപരിവർത്തനം ഹിന്ദു പേരും ഹിന്ദു ജാതിയും എല്ലാം വെച്ചുകൊണ്ട് തന്നെ ക്രൈസ്തവ മതത്തിലാണ് ജീവിക്കുന്നത്. ക്രൈസ്തവരുടെ എല്ലാ കർമ്മങ്ങളുമാണ് അവർ ചെയ്യുന്നത്. മാത്രമല്ല, ഓരോ പെന്തക്കോസ്തുകാരൻ്റെയും ജീവിത ലക്ഷ്യം ഹിന്ദുവിനെ പെന്തക്കോസ്തുകാരനാക്കുക, മറ്റ് ക്രിസ്ത്യാനികളെയും പെന്തക്കോസ്തുകാരനാക്കുക എന്നുള്ളത് തന്നെയാണ്. ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയെ പെന്തക്കോസ്തുകാരനാക്കുക, ജാക്കോബൈറ്റിനെ പെന്തക്കോസ്താക്കുക, അങ്ങനെ പുറത്തുനിന്ന് അകത്തേക്കും അകത്തുനിന്ന് അകത്തേക്കും തന്നെയുള്ള മതപരിവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതൊന്നും നമ്മളെ ഇന്നത്തെ ചർച്ചയിൽ ഇന്നത്തെ വിഷയത്തിനെ ബന്ധിക്കുന്നതല്ല. ഹൈന്ദവ ജനതയെ മതപരിവർത്തനം നടത്തുകയും മറ്റു മതത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹിന്ദു ധർമ്മത്തിൽ ഹിന്ദുക്കൾക്കുള്ള, ഹിന്ദു ധർമ്മത്തോട് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമുള്ള, ഹിന്ദു ധർമ്മത്തിനോട് യുക്തിവാദികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കുമുള്ള വീക്ഷണത്തിൽ അടിമുടി മാറ്റം വന്നിട്ടുണ്ട്. യുവാക്കളിൽ അസാധാരണമായ മാറ്റം നമുക്ക് കാണാനും സാധിക്കും. ഇത്രയും ഞാൻ പറഞ്ഞത് വേറൊരു സന്ദേശം നൽകാനുള്ള അടിത്തറയായിട്ടാണ്. അതായത് ഇനിയുമുണ്ട്. ഒരു കെട്ടിടം ഫൗണ്ടേഷൻ തീർത്തത് കൊണ്ട് കെട്ടിടമാവില്ല. ആ കെട്ടിടം പണിത് കഴിഞ്ഞാലും വാസയോഗ്യമായാലും പിന്നെ ഒന്നും ചെയ്യണ്ട എന്ന് ധരിക്കുന്നതും അബദ്ധമാണ്. ഫൗണ്ടേഷൻ കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കെട്ടിടം വന്ന് പ്ലാസ്റ്റർ ചെയ്ത് പെയിൻറ് ചെയ്ത് അതിനെ നല്ല രീതിയിൽ നിലനിർത്തി അതിനകത്ത് ആൾക്കാർ താമസിക്കുമ്പോഴും വീണ്ടും ആ കെട്ടിടം മെയിൻ്റനൻസ് ചെയ്യണം. നിരന്തരം മെയിൻ്റനൻസും പെയിൻറ്റിങ്ങും വർഷത്തിലൊരിക്കലോ 2 വർഷത്തിലൊരിക്കലോ എല്ലാം വേണം. കാരണം ഏതും അതേപോലെ നിന്നാൽ ക്ഷയിക്കും. ക്ഷയിക്കാതിരിക്കണമെങ്കിൽ എനർജൈസേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിൽ ഓരോരുത്തരും എങ്ങനെയാണോ ഓരോ ക്രിസ്ത്യാനിയും അയാൾ ലോകത്തിലെ എവിടെയാണെങ്കിലും മറ്റു മനുഷ്യരെ ക്രിസ്ത്യാനികളാക്കാനാണ് അയാൾ ജീവിക്കുന്നത് തന്നെ. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഓരോ ക്രിസ്ത്യാനിയുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ക്രിസ്ത്യാനികളാക്കാം. ഒരു ഡോക്ടറാണെങ്കിൽ മരുന്ന് കൊടുത്തിട്ട് നിങ്ങൾ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ആ പണി തീരുന്നത് വരെ ഹിന്ദുവിൻ്റെ വീടാണ് പണിയുന്നതെങ്കിൽ പോലും കുരിശു വെച്ചിട്ട് പണിയുന്നതായിട്ട് ഇപ്പം കണ്ടിട്ടുണ്ട്. എല്ലാ അധ്യാപകര് കോലഞ്ചേരി സെൻറ് പീറ്റേഴ്സ് കോളേജിൽ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെല്ലാം അധ്യാപകര് ഹോൾസെയിൽ മിഷണറിമാരാവുന്ന കാഴ്ച പത്രത്തിൽ വരികയുണ്ടായി. സ്കൂളുകളിലെല്ലാം കന്യാസ്ത്രീകള് ശരിക്ക് ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും ഓരോ പേര് പറഞ്ഞ് അവഹേളിച്ച് ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാർ, അതിൻ്റെ അർത്ഥവും സന്ദേശവും പോലും അറിയാതെയാണ് വിമർശിക്കുക. അതേസമയത്ത് യേശുക്രിസ്തു വിവാഹം കഴിച്ചിട്ടേ ഇല്ല, ജീവിതം മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതാണെന്ന് കുട്ടികളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ശ്രീരാമൻ ഭാര്യയെ ഉപേക്ഷിച്ച ആളാണ്. എങ്ങനെയാ നിങ്ങൾ പൂജിക്കുന്നത്? വ്യക്തിധർമ്മവും രാഷ്ട്രധർമ്മവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഇവര് ഇങ്ങനെയുള്ള ചില ഇഷ്യൂസ് എടുത്തിട്ടാണ് രാമായണം, മഹാഭാരതം, പുരാണങ്ങൾ എല്ലാം തെറ്റായിട്ട് വിവരിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ഹിന്ദുക്കളുടെ മനസ്സിൽ നെഗറ്റീവുകൾ ഉണ്ടാക്കാം. അപ്പൊ ഇതെല്ലാം ഇപ്പൊ നടക്കുന്നുണ്ട്. ഓരോ ക്രിസ്ത്യാനിയും ഇത്തരത്തില് അധാർമികമായ വഴിയിലൂടെ, പിന്നെ സേവനം, സഹായം, പൈസ കൊടുത്ത ചികിത്സിക്കുക, ട്യൂഷൻ പഠിപ്പിക്കുക, കൗൺസിലിങ്, ഇങ്ങനെയുള്ള രീതിയിലൂടെ എല്ലാം മതപരിവർത്തനം നടക്കുന്നുണ്ട്. മുസ്ലിങ്ങളാണെങ്കിൽ വേറെ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഓരോ മുസ്ലിമിൻ്റെയും ലക്ഷ്യം, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ പോയാൽ ഓരോ ഹിന്ദുവിൻ്റെയും അടുത്ത് എന്ന് അവനെ ഹിന്ദു ധർമ്മത്തിലെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും ചില ചോദ്യങ്ങൾ ചോദിച്ച് അവനെ മാനസികമായിട്ട് ബ്ലോക്ക് ചെയ്യിപ്പിച്ച് പിന്നെ ഇസ്ലാമിൻ്റെ മഹത്വം പറഞ്ഞ് മുസ്ലിം പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട്
അവന് ദുഃഖമോ വിഷമോ ഉണ്ടെങ്കിൽ പ്രാർത്ഥിപ്പിച്ച് ഒരു ദൈവമേ ഉള്ളൂ, അതാണ് പരമമായ സത്യം എന്നെല്ലാം പറഞ്ഞ് ഓരോ മുസ്ലിമും ഹിന്ദുവിനെ മുസ്ലിമാക്കാൻ ശ്രമിക്കുക, ഓരോ ക്രിസ്ത്യാനിയും ഹിന്ദുവിനെ ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിക്കുക. ഇതാണ് ഉള്ളിൽ അടിയൊഴുക്കിലൂടെ ഭാരതം മുഴുവനും നടക്കുന്നത്. ഭാരതം മുഴുവൻ അതാ നടക്കുന്നത്. അപ്പോൾ തെറ്റായിട്ട് അധാർമിക വഴിയിലൂടെ, അനീതിയിലൂടെ, അന്യായത്തിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ഹിന്ദു ധർമ്മം പ്രചരിപ്പിക്കാൻ ശ്രമിക്കരുത്. കാരണം അത് ശാശ്വതമല്ല, നാളെ റിയാക്ഷൻ ഉണ്ടാവും. സെമറ്റിക് മതങ്ങളിൽ അവരവരുടെ മതം പ്രചരിപ്പിച്ചവനെ പുണ്യവാളന്മാരാക്കുന്ന പരിപാടിയാവുള്ളത്. നമ്മളെ പുണ്യവാളന്മാരാക്കാൻ മതം പ്രചരിപ്പിക്കലല്ല ഹിന്ദു ധർമ്മത്തിലെ വഴി. ധാർമ്മിക മൂല്യങ്ങൾ, നന്മ നിറഞ്ഞ സേവനങ്ങൾ, രോഗിക്കും അനാഥനും വൃദ്ധനും വിശക്കുന്നവർക്കും എല്ലാം സഹായം എത്തിക്കുക, അങ്ങനെ സത്കർമ്മങ്ങളിലൂടെ ഒരാൾക്ക് പുണ്യവാളനാവാൻ പറ്റുള്ളൂ. ശങ്കരാചാര്യര്, വിവേകാനന്ദൻ, രമണ മഹർഷി, രാമകൃഷ്ണ പരമഹംസർ അവരെല്ലാം ഹിന്ദുമതം പ്രചരിപ്പിക്കുന്ന മിഷണറിമാരായി നിന്നുകൊണ്ടല്ല ഭഗവാൻ രമണ മഹർഷി എന്ന ലെവലിലെത്തിയത്. ഭഗവാൻ സത്യസായി ബാബ എന്നുള്ള രീതിയിലും മാതാമൃതാനന്ദമയി എന്ന രീതിയിലും ഭഗവാൻ ശങ്കരാചാര്യര്, ഭഗവാൻ രാമകൃഷ്ണ പരമഹംസർ എന്നൊക്കെ പറയുന്നത് മനുഷ്യരൂപത്തിലുള്ളവര് ഹിന്ദു ധർമ്മത്തിൻ്റെ മിഷണറിമാരായിട്ട് നിന്നുകൊണ്ടല്ല ഭഗവാൻ അല്ലെങ്കിൽ അവതാരങ്ങളുടെ ലെവലിലേക്ക് ഉയർന്നത്. മറിച്ച് ധർമ്മത്തെ, സത്യം, ധർമ്മം, നീതി, ന്യായത്തെ നിലനിർത്തിക്കൊണ്ട് ഭാരതീയമായ മൂല്യങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അതിലനവധി ഗ്രന്ഥങ്ങൾ എഴുതിക്കൊണ്ട് ആ ഗ്രന്ഥങ്ങളെ മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ട് ഈ ധർമ്മത്തെ നിലനിർത്തണമെന്ന് മറ്റുള്ളവരിൽ തോന്നലുണ്ടാക്കുക ചെയ്തത്. മതം മാറ്റിയല്ല ചെയ്തത്, അവര് ആ തോന്നലുണ്ടാക്കുക ചെയ്തത്. അതുകൊണ്ട് നമ്മളും പ്രചാരകന്മാരാവണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ധർമ്മം പഠിക്കണം. വാദിക്കാനും ജയിക്കാനും അല്ല ശ്രമിക്കേണ്ടത്. ശ്രീ നാരായണ ഗുരു പറഞ്ഞതുപോലെ ആരെയും ചവിട്ടി പുറത്താക്കരുത്, എല്ലാവരെയും അടിച്ചകത്താക്കണം. ഇപ്പം നമ്മൾ എന്നും ഓർമ്മിക്കാനുള്ളൊരു വലിയ കാര്യം എന്ന് പറയുന്നത്, എന്നും ഓർമ്മിക്കാനുള്ളത് രണ്ട് കാര്യം നമ്മൾ ചെയ്യണം. നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ പഠിക്കണം, പഠിച്ചത് മറ്റുള്ളവരെ പഠിപ്പിക്കണം. പഠിക്കണം, പഠിച്ചത് മറ്റുള്ളവരെ പഠിപ്പിക്കണം. അപ്പം ലേണിംഗ് ആൻഡ് ടീച്ചിങ്, നിങ്ങൾ എത്രത്തോളം പഠിച്ചോ അത് നല്ലവണ്ണം ഉൾക്കൊണ്ട് അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഒരിക്കൽ നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ തന്നെത്താനെ പഠിക്കുക എന്നുള്ള പ്രോസസ്സും ഉണ്ടാവും. അതിനെന്താ ചെയ്യുക? ലിസണിങ്, കേൾക്കുക. വെറുതെ കേട്ടാൽ പോരാ, ആ കേട്ടത് അനലൈസ് ചെയ്ത് പിന്നെ അസിമിലേറ്റ് ചെയ്യണം. മിയർലി ലിസണിങ് ഈസ് നോട്ട് ഇനഫ്. ലിസണിങ്, അനലൈസിങ് ആൻഡ് അസിമിലേറ്റിംഗ്, അത് മൂന്നും വേണം. നമ്മൾ പറയാറുണ്ട്, ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര, അമരത്വത്തിൻ്റെ പുത്രന്മാരാണ് മുമ്പിലിരിക്കുന്നത്, അവരാണ് പറയുന്നത്. അതുകൊണ്ട് അവർ പറയുന്നത് കേൾക്കുന്നതും അവരെ കേൾപ്പിക്കുന്നതും രണ്ടും നല്ല ഉറച്ച ധർമ്മബോധത്തോടു കൂടി വേണം. തെറ്റായ രീതിയിൽ ചെയ്യാനും പാടില്ല, ഹിഡൻ അജണ്ട വെച്ചും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഉപനിഷത്തുകൾ പറയുന്നത് ഭദ്രം കർണേഭി ശൃണുയാമദേവ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഹ സ്ഥിരൈരംഗൈഹി തുഷ്ടുവാകം സസ്തനോഭിർവ്യശേമ ദേവഗീതം യദായുഹു. നന്മ നിറഞ്ഞത് കേൾക്കണം, നന്മ നിറഞ്ഞത് കാണണം, എന്നിട്ട് നന്മ നിറഞ്ഞത് പ്രവർത്തിക്കണം. എത്രത്തോളം ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ അത്രയും കാലം, ഏതായുഹു, ആയുസ്സുള്ളിടത്തോളം കാലം നന്മ നിറഞ്ഞത് പ്രവർത്തിക്കണം. ഇപ്പം നമ്മൾ ഹിന്ദു ധർമ്മത്തിൻ്റെ പ്രചാരകന്മാരാവണം. എത്ര സാധിക്കുന്നോ അത്രയും, എത്ര സാധിക്കുന്നോ അത്രയും. ഇനി അമേരിക്കയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നപ്പോൾ, കാനഡയിൽ ഉണ്ടായിരുന്നപ്പോൾ ചിലപ്പോൾ ഈ ഓണക്കാലത്ത്, ക്രിസ്തുമസ് കാലത്ത്, അങ്ങനെയുള്ള ഉത്സവ വേളയിൽ, ആഘോഷവേളയിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരുമിച്ച് വരും. ഇപ്പോൾ ഓരോ ക്രിസ്ത്യൻ സ്ത്രീയും, ഓരോ ക്രിസ്ത്യാനി സ്ത്രീയും
ഹിന്ദു സ്ത്രീകളെ പള്ളിയിലേക്ക് ക്ഷണിക്കുന്നത് കാണാം. ഓരോ ഹിന്ദു സ്ത്രീയെയും ഏതെങ്കിലും കാരണം പറഞ്ഞ് അമേരിക്കയിലെ പള്ളിയിലേക്ക് ക്ഷണിക്കുന്നത് കാണാൻ സാധിക്കും. ആ ക്രിസ്ത്യൻ സ്ത്രീയുടെ പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഹിന്ദുക്കളെ, കുറച്ചു പേരേ ഉള്ളൂ അമേരിക്കയിൽ, കേരളീയരായിട്ടുള്ളവർ, അവരെ പള്ളിയിൽ കൊണ്ടുപോവുക, പള്ളിയിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് പള്ളിയിലെ ചില ആക്ടിവിറ്റീസിൽ ഉത്തരവാദിത്വം കൊടുക്കുക, അവരെ നേതാവാക്കുക. അപ്പൊ ഈ ഹിന്ദു സ്ത്രീകൾക്കും ഹിന്ദു പുരുഷന്മാർക്കും തോന്നിത്തുടങ്ങും, നമ്മുടെ ധർമ്മത്തിൽ പ്രത്യേകിച്ച് ആരും ഒന്നും നോക്കാനും കേൾക്കാനും ഇല്ല, പള്ളിയിൽ ചേർന്ന് കഴിഞ്ഞാൽ എത്ര സപ്പോർട്ടാ, എന്തെല്ലാം ഉത്തരവാദിത്വമാണ്, എന്ത് ആദരവാണ്, എന്ത് ബഹുമാനമാണ് കിട്ടുന്നത് എന്ന് തോന്നിപ്പിച്ചിട്ടാണ് ഹിന്ദുക്കളെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് കൺവെർട്ട് ചെയ്യുന്നത്. ഇതുമാതിരിയുള്ള ക്രൂക്കറ്റ് വഴിയിലൂടെ നമ്മൾ പോവരുത്. ധാർമ്മികമായ രീതിയിലൂടെ നമ്മുടെ ഗ്രന്ഥങ്ങൾ, പുരാണങ്ങളായാലും മഹാഭാരതമായാലും രാമായണമായാലും വേദങ്ങളായാലും ഉപനിഷത്തുക്കളായാലും നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ ഈശ്വര സങ്കല്പങ്ങൾ, ഇതെല്ലാം കുറേശ്ശെ പഠിക്കണം. ഇതെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ അതിനെ കേൾക്കുന്നവരുടെ നിലവാരത്തിൽ വിവരിച്ചു കൊടുക്കണം. എല്ലാവർക്കും ഒരേ നിലവാരമല്ല ഉള്ളത്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ നിലവാരത്തിലുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കണം. മീഡിയം എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് ആ നിലവാരത്തിൽ, വളരെ ലോവർ ലെവലിലുള്ളവർക്ക് ആ നിലവാരത്തിൽ പറഞ്ഞു കൊടുക്കാനുള്ളത് ഹിന്ദു ധർമ്മത്തിലുണ്ട്. അപ്പൊ പിന്നെ അതിൻ്റെ പ്രചാരകരാവണം നമ്മൾ. ഓരോ ഹിന്ദുവും, അയാൾ മാർക്സിസ്റ്റുകാരനോ യുക്തിവാദിയോ, മാർക്സിസ്റ്റുകാർക്ക് പറ്റിയ വിഷയങ്ങളുണ്ട് ഹിന്ദു ധർമ്മത്തിൽ. അന്ധമായിട്ട് ഈശ്വരനെ വിശ്വസിക്കണമെന്നൊന്നും നിർബന്ധമില്ല. അതുപോലെ അന്ധമായിട്ട് ഭാരതീയ ചിന്താധാരകൾ പകർത്തണമെന്ന് നിർബന്ധമില്ല. അടുത്ത കാലത്ത് 2-3 പേര് എനിക്ക് ഇമെയിൽ അയച്ചിരുന്നു. അവരുടെ കോളേജിലെ അധ്യാപകര് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നുണ്ട് അത്രേ, ഒറിജിനലായിട്ട് ചിന്തിക്കാനുള്ള, യുക്തിസഹജമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് അത് മനുഷ്യർക്ക് ആരംഭിച്ചത് ഗ്രീക്കിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമാണ് എന്ന്. ഗ്രീക്കിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമാണ് ഈ ഒറിജിനൽ തോട്ട്സ്, അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായതെന്ന്. അപ്പം അതിന് വേറൊരാൾ മറുപടി കൊടുത്ത നല്ല രസമായിരുന്നു. നളന്ദ സർവകലാശാലയിൽ അധ്യാപകരായിട്ട് നിയമിതരാവാൻ തിരഞ്ഞെടുത്തപ്പോൾ ഒരു കാൻഡിഡേറ്റിനെ ഇന്റർവ്യൂ നടത്തിയ അത്രേ. നളന്ദ സർവകലാശാലയിൽ 2300 വർഷങ്ങൾക്ക് മുമ്പ് അധ്യാപകനായിട്ട് നിയമിതനാവാൻ ഒരു കാൻഡിഡേറ്റിനെ ഇന്റർവ്യൂ നടത്തിയപ്പോൾ എക്കണോമിക്സിന്റെ, ധനതത്വശാസ്ത്രത്തിന്റെ കുറേ ചോദ്യങ്ങൾ അയാളോട് ചോദിച്ചു. അയാൾ മറുപടി പറഞ്ഞത് വളരെ രസകരമായിട്ടായിരുന്നു. അയാൾ ഇന്ന തിയറിയും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്റർവ്യൂ നടത്തുന്നവർ ചോദിച്ചു അത്രേ, ഇതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ കാൻഡിഡേറ്റ് പറഞ്ഞു, ഇത് വിഷ്ണുഗുപ്തൻ പറഞ്ഞിട്ടുണ്ട്, ഇത് വിഷ്ണുഗുപ്തനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവര് ചോദിച്ചു, വിഷ്ണുഗുപ്തൻ ഏത് പുസ്തകത്തിലാ പറഞ്ഞിരിക്കുന്നത്? വിഷ്ണുഗുപ്തൻ പറഞ്ഞിരിക്കുന്നത് ശരിക്കും അർത്ഥശാസ്ത്രത്തിലാണ്. ആരെ ഈ വിഷ്ണുഗുപ്തൻ എന്ന് ഇന്റർവ്യൂ നടത്തുന്നവർ ചോദിച്ചപ്പോൾ കാൻഡിഡേറ്റ് പറഞ്ഞു, ഞാനാ വിഷ്ണുഗുപ്തൻ എന്ന്. അപ്പോൾ ഒറിജിനൽ തോട്ട്സ് ഗ്രീക്കിലും റോമിലും ഒക്കെയാണ് ആരംഭിച്ചത് എന്ന പരമമണ്ടത്തരം പറയാൻ പാകത്തിന് നമ്മൾ കുറേ ഹിന്ദുക്കള്, ക്രിസ്ത്യാനി മുസ്ലിമും അത് പറയുന്നത് മനസ്സിലാക്കാം. കാരണം അവൻ്റെ മനസ്സ് മുഴുവനും വെസ്റ്റിലാ. കുറേ ഹിന്ദുക്കള് സ്വയം അധപ്പതിച്ചിരിക്കുക. ഇവിടെയുള്ള അതിഗംഭീരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ ഒന്നും വായിക്കാതെ നോക്കാതെ, അങ്ങനെയുള്ളൊരു ഗ്രന്ഥം പോലും ഉണ്ടെന്നറിയാതെ, നമ്മുടെ ധർമ്മത്തിൻ്റെ ABCD പോലും അറിയാതെ മറ്റുള്ളവരെ തെറ്റായിട്ട് പഠിപ്പിക്കാൻ പോലും നമുക്ക് വിഷമം തോന്നണില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരിക്കലും ദലൈലാമ അമേരിക്കയിൽ ചെന്നിട്ട് ടിബറ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അമേരിക്കയിലെ പത്രക്കാർ ചോദിച്ചു, നിങ്ങളുടെ ടിബറ്റും ചൈനയും എല്ലാം പ്രശ്നം അവിടെയല്ലേ, എന്തിനാ ഈ അമേരിക്കയിൽ വന്ന് പ്രഭാഷണം നടത്തുന്നതെന്ന്. അപ്പോൾ
ദലൈലാമ ഉത്തരം പറഞ്ഞത്, ഞങ്ങളുടെ നാടുകളിൽ അല്ലെങ്കിൽ കിഴക്കൻ രാജ്യങ്ങളിൽ ചെടിയുടെ വേരിലാണ് വെള്ളം ഒഴിക്കുക, ചെടിയുടെ ക്രൗണിലല്ല, ഇലകളിലല്ല. ഞങ്ങളും അങ്ങനെയാ ചെയ്യുക. കാരണം ഈ ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് നിങ്ങളാണ്, അതുകൊണ്ടാണ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് എന്ന് അമേരിക്കക്കാരോട് പറഞ്ഞു അത്രേ. ഞാൻ ഇത് നിങ്ങളോട് പറയാൻ കാരണം, ഹൈന്ദവ ജനത അവരുടെ പൈതൃകത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല. അതൊരു വിദ്യാഭ്യാസ മന്ത്രി പഠിപ്പിക്കുമെന്ന് ധരിക്കരുത്. വിദ്യാഭ്യാസത്തിലൂടെ അത് നടക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. സിലബസിന് ഇത് എന്തെങ്കിലും ഇട്ടത് കൊണ്ടൊന്നും ഹിന്ദുധർമ്മ പഠനമാവില്ല. എങ്ങനെയാണോ മുസ്ലിങ്ങൾ അവരുടെ ഖുർആൻ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണോ ക്രിസ്ത്യാനികൾ ബൈബിള് പ്രത്യേക രീതിയിൽ പള്ളിയിൽ പഠിപ്പിക്കുന്നത്, അത്രയൊന്നും സാധിച്ചില്ലെങ്കിലും ഹിന്ദു മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെയും അവരുമായി ബന്ധപ്പെട്ട സംഘടനകളിലെയും ജനങ്ങളിലേക്കും അവർ നിരന്തരം നമ്മുടെ ധർമ്മം പഠിപ്പിക്കാനുള്ള ഒരു പ്രചാരകനായാൽ, അത് വീട്ടിൽ നിന്ന് ആരംഭിച്ചാൽ, എല്ലാ വിഷയങ്ങളും പഠിക്കാനൊന്നും പറ്റില്ല, പഠിപ്പിക്കാനും പറ്റില്ല. എത്ര സാധിക്കുന്നുവോ അത്രയും നല്ല രീതിയിൽ പഠിപ്പിച്ച് ഒരു ഹിന്ദു മിഷണറി ആവാൻ ഒരു ഹിഡൻ അജണ്ടയും ഉണ്ടാവാൻ പാടില്ല. ഇരട്ട അർത്ഥമുള്ള പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. മറ്റൊരു മതത്തെ അവഹേളിക്കാൻ പാടില്ല. അതുകൊണ്ട് മറ്റൊരു മതത്തിൻ്റെ സത്യം പറയരുതെന്ന് അർത്ഥമില്ല. മറ്റൊരു മതത്തെ അവഹേളിക്കാൻ പാടില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരു മതത്തിലുള്ള വിശ്വാസത്തിൻ്റെ അശാസ്ത്രീയത, അന്ധവിശ്വാസം, അത് പ്രൊജക്റ്റ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. മറ്റു മതങ്ങളിലെ അശാസ്ത്രീയതയും അന്ധവിശ്വാസവും പ്രൊജക്റ്റ് ചെയ്യുന്നത് പോലെ ഹിന്ദു ധർമ്മത്തിലുള്ള അശാസ്ത്രീയതയും അധർമ്മവും പ്രൊജക്റ്റ് ചെയ്തില്ലാതെയാക്കണം. എന്തിനാത്? ഹിന്ദു ധർമ്മത്തിൻ്റെ മഹത്വം, യഥാർത്ഥ മഹത്വം നമ്മൾ ആരോടാണോ ഈ ധർമ്മത്തെക്കുറിച്ച് വിവരിക്കുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പാകത്തിന് പറഞ്ഞു കൊടുക്കണം. ഒരു മതത്തെയും അവഹേളിക്കരുത് എന്ന് ഞാൻ പറഞ്ഞത്, അവഹേളിച്ചാൽ പിന്നെ നമ്മളുടെ ലക്ഷ്യം മാറും. പഠിപ്പിക്കലാവില്ല ലക്ഷ്യം, ഇതുപോലെയുള്ളതാവും ലക്ഷ്യം. അതേസമയത്ത് മറ്റു മതങ്ങളെക്കുറിച്ചുള്ള വസ്തുത, മറ്റു മതത്തിലെ മിഷണറിമാർ ചെയ്യുന്ന തിന്മകളെക്കുറിച്ചുള്ള വസ്തുത, മറ്റു മതക്കാർ അവരുടെ മതത്തിലുള്ള ആൾക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ചെയ്യുന്ന അധാർമികമായ പ്രവൃത്തികൾ, മറ്റു മതങ്ങൾ എങ്ങനെയെല്ലാമാണോ ഹുക്സ് ആൻഡ് ക്രൂക്സ് വഴിയിലൂടെ ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുന്നത്, അപകീർത്തിപ്പെടുത്തുന്നത്, അതിന് ഉത്തരം, അത് ഇൻഡിവിജ്വലി അല്ല ഉത്തരം കൊടുക്കേണ്ടത്, ജനറലി ഉത്തരം കൊടുക്കണം. അത് ഒരു വ്യക്തി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം അറിഞ്ഞൂടാ എങ്കിൽ എനിക്ക് അറിഞ്ഞൂടാന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. അല്ലാണ്ട് അറിയാത്ത ഉത്തരം തോന്നിയ മാതിരി ഉണ്ടാക്കി പറഞ്ഞു കൊടുത്ത് നമ്മൾ നമ്മുടെ ധർമ്മത്തെ അവഹേളിക്കുന്ന ധാരാളം കാഴ്ചകൾ കാണാം. അടുത്ത കാലത്ത് ഒരു സ്വാമി ഒരു ടി വിയിൽ ഇന്റർവ്യൂ നടത്തിയത് കണ്ടു. ധർമ്മം എന്ന വാക്കിന് പോലും ഡെഫിനിഷൻ കൊടുത്തത് തെറ്റായിരുന്നു. അപ്പുറത്തൊരു മൗലവി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ മൗലവി എത്ര ലളിതമായിട്ട് നന്നായിട്ടാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത്. പക്ഷെ അപ്രകാരമായിരുന്നില്ല ഇപ്പുറത്തിരിക്കുന്ന ആള്. ഇങ്ങനെ വരുമ്പോൾ പ്രശ്നം വരുന്നത് എന്താണെന്നറിയാമോ? ഇതാണ് ഹിന്ദു ധർമ്മം എന്നാ മറ്റുള്ളവർ ചിന്തിക്കുക. അപ്പോ അറിയാത്ത കാര്യങ്ങൾ അറിഞ്ഞൂടാന്ന് പറയാനും ജനങ്ങളും സദസ്സും പഠിക്കാൻ വരുന്നവരും ഏത് നിലവാരത്തിലുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാനും, മിക്സഡ് ഗ്രൂപ്പാണെങ്കിൽ ഏറ്റവും ലളിതമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിക്കണം. മാത്രമല്ല ഇന്ന് ക്ഷേത്രങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാലെ, സിനിമാറ്റിക് ഡാൻസ്, നാടകം, അതെല്ലാം ഇപ്പോൾ ഒഴിവായിരിക്കുക, ഇപ്പം ഇല്ല. ആ സ്ഥാനത്ത് അവർക്കെല്ലാം നമ്മുടെ ഹിന്ദു ധർമ്മത്തെക്കുറിച്ചുള്ള പ്രഭാഷണം നടത്തണമെന്ന ആഗ്രഹം. ഇപ്പം പ്രഭാഷണം നടത്താനുള്ള ആൾക്കാർ കുറവാ. നടത്തുന്നവർ തന്നെ വെറും സൂപ്പർഫിഷ്യലായിട്ടാണ്
പ്രഭാഷണം നടത്തുക, ഉപരിപ്ലവമായിട്ട്. അതിൽ നിന്നൊന്നും മാറണ്ടേ? അഗാധ തലത്തിൽ ചെന്ന് ആചാരങ്ങളെക്കുറിച്ച് പറയാൻ കഴിവുള്ളവര് അത് നല്ലോണം പഠിക്കുക. ഈശ്വര സങ്കല്പത്തെക്കുറിച്ച് പറയാൻ കഴിവുള്ളവര് നല്ലോണം പഠിക്കുക. അങ്ങനെ ഏത് ഉപനിഷത്താണെങ്കിൽ അത്, വേദാണെങ്കിൽ അത്, പുരാണാണെങ്കിൽ അത്, മഹാഭാരതാണെങ്കിൽ അത്, അതാത് വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യം നേടാൻ കുറേയൊക്കെ ശ്രമിച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറയുക. അവനവൻ അറിയാത്തത് അറിഞ്ഞുകൂടാ എന്ന് പറയുകയോ അതിനുത്തരം പഠിച്ചിട്ട് പറയാം എന്ന് പറയുകയോ വേണം. ഇപ്പൊ നമ്മൾ ശരിക്കും നല്ലോണം പഠിച്ചൊരു പ്രചാരകനാവുക, അതായിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ഓരോ അമ്മയും ഓരോ പിതാവും ഓരോ മകനും അവരവരുമായി ബന്ധപ്പെട്ട സ്ഥലത്ത്, അതുപോലെ പൊതുസ്ഥലത്ത്, സംഘടനകളിൽ, ക്ലാസ് റൂമുകളിൽ, നമ്മുടെ മലയാളി അസോസിയേഷനുകളിൽ എല്ലാം ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കണം. ഇവിടെ നിന്ന് ഈ തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒത്തിരി സ്ഥലത്തേക്ക് ടെലിഫോണിലൂടെ ക്ലാസ് എടുക്കാറുണ്ട്. ലാൻഡ് ഫോണിലേക്ക് വിളിച്ചാൽ ലാൻഡ് ഫോണിലൂടെ ഞാൻ സംസാരിക്കും. അപ്പുറത്ത് മൊബൈൽ ഫോൺ സ്പീക്കറിലിട്ട് മൈക്കിൻ്റെ അടിയിൽ വെച്ച് കൊടുത്താൽ ധാരാളം ക്ലാസ് സൗദി അറേബ്യയിലേക്കും അമേരിക്ക, കാനഡയിലേക്കൊക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ കേരളത്തിന് പുറത്തും എടുക്കാറുണ്ട്, അകത്തും എടുക്കാറുണ്ട്. ഇപ്പോൾ ടെലിഫോണിലൂടെ ക്ലാസ് എടുക്കാനൊക്കെ നമ്മൾ പഠിക്കണം. അപ്പുറത്ത് മൊബൈൽ ഫോണാണ്, മൊബൈൽ ഫോണിൻ്റെ മുകളിൽ സ്പീക്കർ ഉണ്ട്. സ്പീക്കർ ഓൺ ചെയ്തിട്ട് മൈക്കിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂറോ 3/4 മണിക്കൂറോ സ്പീച്ച് തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് നടത്താൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് നടത്താൻ സാധിക്കും. അങ്ങനെ താല്പര്യമുള്ളവർ ധാരാളം പേര് ഇപ്പം എന്നെ ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തരും ഒരു പ്രചാരകനാവുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രണാമം അർപ്പിക്കുന്നു. നമസ്കാരം.